പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? 1 തെസ്സലോനിക്ക 5 16, 17, 18 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. 3 കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. 1, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നാം ചിന്തിക്കുന്നത് എപ്പോഴും സന്തോഷമായിരിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, സഹനങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ മരണം സംഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് സന്തോഷത്തിൽ ഇരിക്കാൻ സാധിക്കും. എന്നാൽ സഹനങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകുമ്പോൾ സന്തോഷിച്ച് ഇരിക്കാൻ നമുക്ക് ആർക്കും സാധിച്ചെന്ന് വരില്ല. തിരുവചനം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 1 പത്രോസ് 4 12, 13 തിരുവചനങ്ങളിൽ പറയുന്നു: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നാം പങ്കുകാരാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളിലൂടെയാണ്. സഹനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നുണ്ട്. ഫിലിപ്പി 1:29 വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു: ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. റോമ 8:28 തിരുവചനം പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. രണ്ടാമതായി പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥനയുള്ളവരായി മാറണം. യേശു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് ശക്തി സംഭരിച്ചിരുന്നത്. നാം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി ദൈവവുമായുള്ള സംഭാഷണം ആണ് പ്രാർത്ഥന. പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. അവയെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണെന്ന് പിതാവായ ദൈവത്തിന് അറിയാം. നാം പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നാം ചെയ്യുന്നതും ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം ദൈവഹിതപ്രകാരമായി മാറും. എല്ലാ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനും നമുക്ക് അപ്രകാരം സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:41 യേശു പറയുന്നുണ്ട്: പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന്. നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുകയും വേണം. നമ്മുടെ ജീവനും നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ കുടുംബം, മക്കൾ, മാതാപിതാക്കൾ, ആരോഗ്യം, കഴിവുകൾ, ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇതിനെല്ലാം നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് തിരിച്ചു വന്ന് യേശുവിനോട് നന്ദി പറഞ്ഞത്. അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്: 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? അപ്പം നാം നന്ദിയുള്ളവരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നന്ദി പറയുവാൻ നമുക്ക് തടസ്സം നിൽക്കുന്നത്, എളിമപ്പെടാൻ പറ്റാത്തത് നമ്മളിൽ അഹങ്കാരം ഉള്ളതുകൊണ്ടാണ്. 1 കൊറിന്തോസ് 4:7 വിശുദ്ധ പൗലോസ് ശ്ലീഹ ചോദിക്കുന്നു: നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണ് ഉള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? അതിനാൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരാകാം, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകാം. ദൈവത്തോട് നന്ദി പറഞ്ഞും പ്രാർത്ഥിച്ചും ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്നവരായി മാറാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.